ഇത് നമ്മൾ 9 1 തൊട്ട് 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കണ്ടുപിടിക്കാനുള്ള ഒരു സൂത്രവാക്യമാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം 9 ടേബിൾ എഴുതുമ്പോൾ നമ്മൾ ആദ്യം 9 × 1, 9 × 2, 9 × 3, 9 × 4, 9 × 5, 9 × 6, 9 × 7, 9 × 8, 9 × 9, 9 × 10. ഇങ്ങനെയാണ് നമ്മൾ എഴുതാറ്. ഈ എല്ലാ ഇക്വേഷൻസിനെയും പൊതുവായി നമുക്ക് 9 × a എന്ന് എഴുതാം. ഇവിടെ a എന്ന് പറഞ്ഞ ലെറ്ററിന്റെ സ്ഥലത്താണ് 1 2 3 4 5 6 7 8 9 10 ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ ആദ്യത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് a-1 ആയിരിക്കും. രണ്ടാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 9 - a-1 ആയിരിക്കും. അതായത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 9 × a എന്ന ഫോമിലായിരിക്കും. ഇവിടെ a എന്ന് പറയുന്ന സ്ഥലത്ത് 1 2 3 4 5 6 7 8 9 10 ഇതിൽ ഏത് കാര്യം നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരത്തിന്റെ ആദ്യത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് a-1ഉം രണ്ടാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 9 - a-1 ആയിരിക്കും. നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ആദ്യം 9 × 1. നമുക്കറിയാം ഇവിടെ എയുടെ സ്ഥാനത്ത് എടുക്കുന്നത് 1 ആണ്. അതിനാൽ ഉത്തരത്തിന്റെ ആദ്യത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 1 - 1ഉം രണ്ടാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 9 - 1 - 1 ആയിരിക്കും. 1 - 1 0, 9 - 0 9. അതായത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 0 9 ആയിരിക്കും. അടുത്തതായി നമുക്ക് എക്ക് ഒരു വലിയൊരു സംഖ്യ കൊടുത്തു നോക്കാം. 9 × 9. ഇവിടെ എയുടെ വാല്യൂ 9 ആണ്. അതിനാൽ തന്നെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഉത്തരത്തിന്റെ ആദ്യത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് a-1, 9 - 1ഉം രണ്ടാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 9 - 9 - 1 ആയിരിക്കും. 9 - 1 എന്ന് പറഞ്ഞാൽ 8 ആണ്. 9 - 8 എന്ന് പറഞ്ഞാലോ 1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? 81 ആയിരിക്കും. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. 9 × 6. ഇവിടെ എയുടെ സ്ഥാനത്ത് വരുന്നത് 6 ആണ്. അതിനാൽ തന്നെ ആദ്യത്തെ ഡിജിറ്റ് 6 - 1ഉം രണ്ടാമത്തെ ഡിജിറ്റ് 9 - 6 - 1ഉം ആയിരിക്കും. സോ 6 - 1 5. Second digit 9 - 5. So 5 9 - 1 4. ഉത്തരം 54 ആയിരിക്കും. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് 9 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ആദ്യം 9 × 1. ഇവിടെ ഏത് സ്ഥാനത്ത് എഴുതുന്നത് 1 ആണ്. സോ ഫസ്റ്റ് ഡിജിറ്റ് വിൽ ബി 1 - 1 0. രണ്ടാമത്തത് 9 - 0 9. അടുത്തത് ഏത് സ്ഥാനത്ത് 2 ആണ് എടുക്കുന്നത്. 2 - 1 1. And next digit will be 9 - 1 8. അടുത്തത് ഏത് സ്ഥാനത്ത് 3 ആണ്. 3 - 1 2 ആണ്. സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് 9 - 2. 9 - 2 എന്ന് പറയുന്നത് 7 ആണ്. അടുത്തത് ഏത് സ്ഥാനത്ത് 4 ആണ്. 4 - 1 3. 9 - 3 6. അടുത്തത് ഏത് സ്ഥാനത്ത് 5 ആണ്. 5 - 1 4. 9 - 4 5. അടുത്തത് ഏത് സ്ഥാനത്ത് 6 ആണ്. 6 - 1 5. 9 - 5 4. അടുത്തത് ഏത് സ്ഥാനത്ത് 7 ആണ്. 7 - 1 6 ആണ്. 9 - 6 3 ആണ്. അടുത്തത് 9 × 8. ഇവിടെ ഏത് സ്ഥാനത്ത് എടുക്കുന്നത് 8 ആണ്. 8 - 1 7 ആണ്. 9 - 7 2 ആണ്. അടുത്തത് ഏത് സ്ഥാനത്ത് 9 ആണ്. 9 - 1 8 ആണ്. 9 - 8 1 ആണ്. അടുത്തത് 9 × 10 ആണ്. ഇവിടെ ഏത് സ്ഥാനത്ത് എടുക്കുന്നത് 10 ആണ്. സോ 10 - 1 will be 9 and the next digit 9 - 9 will be 0. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് 1 തൊട്ട് 10 വരെയുള്ള 9 ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ വേറെ മെത്തേഡ് കൂടി ഉണ്ട്. ഇവിടെ 1 തൊട്ട് 5 വരെയുള്ള 9 ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഈ എഴുതുന്ന ഉത്തരത്തിനെ തിരിച്ചിട്ടെത്തുക. 45 ആണെങ്കിൽ 6 വരുമ്പോൾ 54 ആയിരിക്കും. ഇവിടെ 9 × 4 36 ആണെങ്കിൽ അത് 7 വരുമ്പോൾ 63 ആയിരിക്കും. 9 × 3 27 ആണെങ്കിൽ 9 × 8 വരുമ്പോൾ 72 ആവും. 9 × 2 18 ആണെങ്കിൽ അത് തിരിച്ചിട്ട് 9 × 9 വന്ന് 81 ആയിരിക്കും. 9 × 1 9 ആണെങ്കിൽ അത് തിരിച്ചിട്ട് 9 × 10 എന്ന് പറയുന്നത് 19 ആയിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 1 തൊട്ട് 5 വരെയുള്ളത് കാണാൻ പഠിച്ചാലാണ് ചെയ്ത് നോക്കാൻ പറ്റും. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ